ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആരംഭ റസൂലിന്റെ മുന്നിലേക്ക് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, സിർനാ ബിഹാ ഫല്ലാഹു അഅതാ ദിക്റഹാ വഖസ്സഹാ മിൻഹു ബിതഹരി തഹരി സിർനാ ബിഹാ ഫല്ലാഹു അഅതാ ദിക്റഹാ വഖസ്സഹാ മിൻഹു ബിതഹരി തഹരി. ആരെയാ ഞങ്ങളീ കൊണ്ടുപോകുന്നതെന്നറിയുമോ? ആരെയാ ഞങ്ങളീ ആനയിച്ചു കൊണ്ടുവരുന്നതെന്നറിയുമോ? അല്ലാഹു തന്നെ ശുദ്ധിയാക്കിയ പൊന്നുമോളെ ഫാത്തിമ റളിയല്ലാഹു അൻഹാ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഈ പാട്ടുപാടി വന്നിട്ട് മുഴുവൻ പേരെയും സന്തോഷിപ്പിക്കുകയാ. അങ്ങനെ ഫാത്തിമ ബീവിയുടെ വിവാഹം കഴിയുകയാ. കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞു പോയി. മനോഹരമായ ജീവിതത്തിന്റെ ഒരുപാട് പ്രതിസന്ധിയുടെ, ഒരുപാട് വിഷമങ്ങളുടെ, വേദനകളെ രംഗങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളുടെ വീട്ടിൽ ആരംഭ റസൂല് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാ. ആ സമയത്ത് അലിയാര് തങ്ങള് അന മദീനത്തുൽ ഇൽമി വ അലിയിൻ ബാബുഹാ, ഞാൻ ഇൽമിന്റെ പട്ടണമാണ്, എൻ്റെ അലിയതിൻ്റെ വാതിലാണെന്ന് പറഞ്ഞ അലിയാര് തങ്ങള് ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളുടെ വീട്ടിൻ്റെ ഭക്ഷണത്തലകയിൽ നിന്നും മുത്ത് റസൂലിനോട് പറയുന്നു, നബിയേ എനിക്ക് പോകണം നബിയേ. നബി തങ്ങൾ എന്താണ് കാര്യമെന്ന് തിരക്കിയില്ല. അലി റളിയല്ലാഹുവിനെ വിഷമിച്ചുകൊണ്ട് അലി റളിയല്ലാഹുവിനെ ഫാത്തിമ ബീവിയുടെ അരികിലേക്ക് കരഞ്ഞുകൊണ്ട് കടന്നു വന്നു. ഭക്ഷണ തടുകയില് സഹാബാക്കളും നബിതങ്ങളൊക്കെ ഉസ്മാൻ തങ്ങളുടെ വീട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അലിയാര് തങ്ങൾ പറഞ്ഞു, നബിയെ എനിക്ക് തിരിച്ചു പോകണം. അങ്ങനെ റസൂലുള്ളാഹി വിട്ടു, കാര്യമൊന്നും തിരക്കിയില്ല. കരഞ്ഞുകൊണ്ട് ഫാത്തിമ ബീവിയുടെ മുന്നിൽ വന്നു. ഇവിടെ നാം പഠിക്കേണ്ടത്, ഭർത്താവ് ഒരു വിഷയത്തിൽ വിഷമിച്ചു വരുമ്പോൾ ഭാര്യ സ്വാന്തനമാകണം. കേവലം ചരിത്രമല്ല, ഭാര്യ സ്വാന്തനമാകണം. അപ്പോ അലിയാര് തങ്ങൾ ഫാത്തിമ ബീവിയുടെ മുന്നിൽ വന്ന് നിന്നപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, എന്തിനാണ് കരയുന്നത് തങ്ങളെ? നിങ്ങളുടെ കരച്ചിരി എന്നെ വിഷമിപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോ അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തിനാണ് ഞാൻ കരയുന്നതെന്ന് പറഞ്ഞാൽ അതിന് പരിഹാരം കിട്ടുമോ എന്ന് ചോദിച്ചപ്പോ ആരംഭ റസൂലിന്റെ പൊന്നുമോള് പറയുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് പറയുന്നു, ഇൻഷാ അല്ലാഹ് ഞാനതിന് പരിഹാരം കണ്ടുപിടിച്ച് തരുമെന്ന് ലോകത്തുള്ള മുഴുവൻ അമ്പിയാക്കളുടെയും നേതാവായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരളിന്റെ കഷണമാ പറയുന്നത്, നിങ്ങളുടെ വിഷമത്തിന് ഞാൻ പരിഹാരം കണ്ടുപിടിച്ച് നൽകും. ആ സമയത്ത് അലിയാര് തങ്ങൾ പറയുന്നു, ഫാത്തിമ അല്ലാഹുവിന്റെ റസൂലിനെയും സഹാബാക്കളെയും നമുക്കൊന്ന് വിളിച്ചിട്ടൊരൽപ്പം ഭക്ഷണം കൊടുക്കണ്ടേ ഫാത്തിമ? ഏത് വീട്ടിലാ മാസങ്ങളോളം അടുപ്പ് പുകയാത്ത വീട്ടില് ഹസൻ ഹുസൈൻ തങ്ങള് ഫാത്തിമ ബീവിയുടെ മാറിടത്തില് ഭക്ഷണം കഴിക്കാതെ പാല് വറ്റിപ്പോയിട്ട് അവസാനം രക്തം പുറത്തേക്ക് വന്ന് കരഞ്ഞു പോയെങ്കില് കരയണമുമ്മ. സുഭിക്ഷമായി ഭക്ഷണം കഴിച്ചിട്ട് പടച്ച റബ്ബിനെ മറന്നു പോകുമ്പോ ആ സമയത്ത് ഫാത്തിമ ബീവി പറയുന്നു, നാളെ നമ്മുടെ വീട്ടിലാണ് ഭക്ഷണം, നിങ്ങൾ പോയി വിളിക്കുക, ആരംഭ റസൂലിനെ വിളിക്കുക, അള്ളാന്റെ ഹബീബിനെ വിളിക്കുക, നാളെ മുത്ത് റസൂലിന്റെ ഭക്ഷണം നമ്മുടെ വീട്ടിലാ. അലിയാര് തങ്ങൾ അത്ഭുതപ്പെട്ടു പോയി, ഫാത്തിമ എന്ത് കൊടുക്കാനാണ് ഫാത്തിമ? ആ സമയത്ത് ഫാത്തിമ പറഞ്ഞു, നിങ്ങൾ പോയി പറയുക അലിയേ. അലിയാര് തങ്ങൾ സന്തോഷത്തോടെ, സന്തോഷം കലർന്ന വിഷമത്തോടെ ആരംഭ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നാളെ അങ്ങേക്കും സഹാബത്തിനുമുള്ള ഭക്ഷണം എൻ്റെ വീട്ടിലാണ് നബിയേ, എൻ്റെ വീട്ടിലാണ് നബിയേ. ആരംഭ റസൂൽ അത്ഭുതപ്പെട്ടു പോയി. ആരാണ് ഈ പറയുന്നത്? അലിയല്ലേ പറയുന്നത്? മുത്തുനബിക്കറിയാം വീടിന്റെ അവസ്ഥ. അല്ലാഹുവിന്റെ റസൂൽ അത്ഭുതപ്പെട്ടു. പിറ്റേന്ന് ദിവസമായി മുത്ത് റസൂലും സഹാബത്തും വീട്ടിലേക്ക് കടന്നു വരുമ്പോ ആ സമയത്ത് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ വലിയൊരു പാത്രം എടുത്തിട്ട് അടുപ്പിലേക്ക് വെച്ചിട്ട് ഒരൽപ്പം വെള്ളമൊഴിച്ചിട്ട് ഇങ്ങനെ തിളപ്പിക്കുകയാണ്. അലിയാര് തങ്ങള് ആ വീടിന്റെ മുമ്പിലേക്ക് കടന്നു വന്നിട്ട് പറയുന്നു, പൊന്നുമോളെ ഫാത്തിമ, അല്ലാഹുവിന്റെ റസൂല് വന്നിട്ടുണ്ട് മോളെ.
സഹാബാക്കൾ വന്നിട്ടുണ്ട്, എന്താണ് നടക്കുക എനിക്കറിയില്ല. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞു, അലിയേ നിങ്ങളാ ഭക്ഷണത്തലകയുടെ അരികിലേക്ക് പോയിട്ട് സ്വലാത്ത് ചൊല്ലി അവിടെയും സ്വലാത്ത് ചൊല്ലിയിട്ട അടപ്പങ്ങോട്ട് മാറ്റണം അലിയേ. അലിയാര് തങ്ങൾ പേടിച്ചു, ഇല്ല ഫാത്തിമ, അതിൽ വെള്ളം മാത്രമല്ലേ ഉള്ളു ഫാത്തിമ, എനിക്ക് പേടിയാവുകയാണ് ഫാത്തിമ. ആ സമയത്ത് ഫാത്തിമ ബീവി ആ ഭക്ഷണത്തലികയുടെ മുന്നിലേക്ക് കടന്നു പോയിട്ട് സ്വലാത്ത് ചൊല്ലിയിട്ട ഭക്ഷണത്തിന്റെ അടപ്പങ്ങോട്ട് തുറക്കുമ്പോ സുബ്ഹാനല്ലാഹ്, സ്വർഗത്തിന്റെ ഭക്ഷണത്തിന്റെ സുഗന്ധം അടിച്ചു വീശിയെങ്കിൽ അലിയാര് തങ്ങൾ അത്ഭുതപ്പെട്ടുകൊണ്ട് ഓടി ആരംഭ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ കരളിന്റെ കഷണം തന്നെയാണ് ഫാത്തിമ, അങ്ങയുടെ കരളിന്റെ കഷണം തന്നെയാണ് ഫാത്തിമ. ഈ അത്ഭുതം കാണാൻ, ഈ അത്ഭുതമുണ്ടായത് അങ്ങയുടെ കരളിന്റെ കഷണമായത് കൊണ്ടാണ് നബിയേ. അതുകൊണ്ടാ ഫാത്തിമ ബീവിയെ കുറിച്ചാ നമ്മൾ ചർച്ച ചെയ്തത്. ആ ഫാത്തിമ ബീവിയിലൂടെയാണ് നമുക്ക് സ്വർഗത്തിലേക്ക് കടക്കാനുള്ളത്. മൻ അഹബ്ബനി മൻ അഹബ്ബ, ആരെങ്കിലും എൻ്റെ ഫാത്തിമയെ ഇഷ്ടപ്പെട്ടാൽ ഫഖദ് അഹബ്ബനി, അവൻ എന്നെ ഇഷ്ടപ്പെട്ടു എന്ന് മുത്ത് റസൂൽ പറഞ്ഞെങ്കിൽ ഈ ഫാത്തിമ ബീവിയുടെ ചരിത്രത്തിലൂടെ നമ്മൾ കടന്നു വന്നാൽ സഹാബാക്കൾ പ്രണയിച്ചതുപോലെ നമുക്ക് പ്രണയിക്കാം. ഈ ഫാത്തിമ ബീവിയുടെ ജീവിതത്തിന്റെ മനോഹരമായ രസങ്ങളിലൂടെ നമ്മൾ കടന്നു വന്നാൽ ആരംഭ റസൂലിനെ സഹാബാക്കൾ മുഹബ്ബത്ത് വെച്ചതുപോലെ നമുക്ക് വെക്കാം.